വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം. ഒരുപാട് സന്തോഷത്തോടെ ഈ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഈ മാവ് പൂത്തത് തൊട്ട് നമ്മൾ വിളവെടുക്കുന്നവരെയാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇത് ജനുവരി 4-ാം തീയതി എടുത്ത വീഡിയോ ആണ്. ഇതിലൊക്കെ ചെറിയ ഇങ്ങനെ കുഞ്ഞു കായ്കളൊക്കെ വന്നിട്ടുണ്ട്. പൂ നല്ലോണം മാവ് പൂത്തിട്ടുമുണ്ട്, കുറേ സ്ഥലത്തിൽ പൂത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ പാഷൻ ഫ്രൂട്ട് പടത്തിയത് കൊണ്ട് കഴിഞ്ഞ വർഷം കുറച്ച് കുറവായിരുന്നു, ഈ വർഷം കുറച്ചും കൂടി പിടിച്ചിട്ടുണ്ടെന്ന് പറയാം. അതിൻ്റെ മുമ്പത്തെ വർഷം അതിനേക്കാളും നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇവിടെ എല്ലാം പൂത്തിട്ടുണ്ട്, എല്ലാ സ്ഥലങ്ങളിലും പൂക്കൾ നിറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കായാവെന്ന് വിചാരിക്കേണ്ട, എന്തെങ്കിലും അതൊക്കെ കൊഴിഞ്ഞു പോകാനും സാധ്യതകളുണ്ട്. എല്ലാം തന്നെ കായായിട്ട് മാറില്ല, അത് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഇത് ജനുവരി 9-ാം തീയതി എടുത്ത വീഡിയോ ആണ്. ഒരു 5 ദിവസം ഗ്യാപ്പല്ലേ ഉള്ളത്. അപ്പോൾ കുറച്ചിങ്ങനെ വലിയ കായ്കളായിട്ട്, കുഞ്ഞു കായ്കൾ കുറച്ച് വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി 8-ാം തീയതിയാണ്. ഒരു മാസത്തിൻ്റെ ഇടവേളൻ്റെ ശേഷമാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നല്ല രീതിയിൽ തന്നെ ഇത് വലുപ്പം വെച്ചിട്ടുണ്ട്. ഈ മാങ്ങ പുളിപ്പില്ലാത്തതാണ്, അതുപോലെ നല്ല രുചിയാണ്. ശരിക്കും നല്ല ഒരു മാങ്ങയാണിത്. പക്ഷെ പഴുത്തെങ്കിൽ ചിലപ്പോൾ പുഴു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴുക്കുന്ന മുമ്പ് തന്നെ നമ്മൾ പറിച്ചിട്ടാണ് ഇത് പഴുപ്പിക്കാൻ ഒരു പേപ്പറിൽ ചുറ്റി വെച്ചെങ്കിൽ അങ്ങനെ പുഴു വരുന്നില്ല. അങ്ങനെയാണ് നമ്മളിത് പഴുപ്പിക്കുന്നത്. കൂടുതൽ കറിയിൽ തന്നെ ഇടും, അല്ലെങ്കിൽ ഉപ്പിലൊക്കെ ഇട്ടിട്ട് നമ്മൾ കൂട്ടാറുള്ളത്. ഇതും നിറച്ച് ഇത്രയും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 1-ാം തീയതി ഉള്ള വീഡിയോ ആണ് ഇത്. ഈ മാർച്ച് 1-ാം തീയതി തന്നെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ശരിക്കും ഈ മാങ്ങ നല്ല ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് മറന്നുപോയി, എനിക്കറിയില്ല. നല്ല വെറൈറ്റിയാണ്. അതിൻ്റെ മണം തന്നെ നല്ല ഒരു സ്മെല്ലാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ മാർച്ച് 22-ാം തീയതി പറിക്കാൻ വിചാരിച്ചു. കാരണം നമ്മളിപ്പോൾ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോള് കോയമ്പത്തൂരിൽ പഠിക്കുന്നുണ്ട്, അപ്പോൾ ഇൻറ്റേൺഷിപ്പിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൾക്ക് പോകുമ്പോൾ ഇത് ഉപ്പിലിട്ടിട്ട് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് വേണ്ടിയാണ് ഇത് പറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ പറിക്കുന്നില്ല, ആവശ്യത്തിന് മാത്രം ഇപ്പോൾ പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. ഈ മാവ് മാത്രമല്ല, അത് കൂടാതെ ഒരു 3 മാവും കൂടി ഉണ്ട്. 3-4 ഉണ്ട്. കൂടുതൽ എന്ന് പറയെങ്കിൽ ചെറിയ കന്ന് വെച്ചതും ഉണ്ട്. വെറൈറ്റി ആയിട്ടല്ല, നമ്മൾ തിന്നിട്ട് അതിൻ്റെ കുരു കുഴിച്ച് വെച്ചതാണ്. ഇപ്പോൾ പറിക്കുന്നത് തൈ വാങ്ങിച്ച് വെച്ച തൈയാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ പറിച്ചെടുക്കുന്നുണ്ട്. ഇത് വേറെ മാവിൽ നിന്ന് പറിച്ചെടുത്ത മാങ്ങ, അതിൻ്റെ വലുപ്പവും ഇപ്പോൾ പറിച്ച മാങ്ങാൻ്റെ വലുപ്പവും ഞാൻ കാണിക്കാം. ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല വലിയ ഒരു സൈസായിട്ടാണ് വരുന്നത്. ശരിക്കും നമ്മൾ കറിയിലൊക്കെ ഇട്ടിട്ട് കഴിക്കുമ്പോൾ ഒരു ഹൽവ പോലെ നല്ല ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ കിടപ്പുണ്ടാവും. കണ്ടോ, ഇതിനേക്കാൾ വലുതുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഓരോരോ സമയം ഇങ്ങനെ നോക്കി രസിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എടുത്തത്. കണ്ടോ, എത്ര ഈ മാങ്ങയില്ലേ, ഒരു 3-4 വെച്ചെങ്കിൽ ഈ ഒരു മാങ്ങ കിട്ടും, അത്രയ്ക്കും വലുപ്പമാണ്. അപ്പോൾ എന്തെങ്കിലും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ നിങ്ങളോട് പങ്കുവെച്ചതിന്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കൂടി മറക്കാതെ അറിയിക്കുക. താങ്ക് യു.